വിവാഹമോചിതയായ മുസ്ലിം സ്ത്രീക്ക് മുൻ ഭർത്താവിൽ നിന്ന് ജീവനാംശം നേടാൻ അവകാശമുണ്ടെന്ന് സുപ്രീം കോടതി. ക്രിമിനൽ നടപടിക്രമത്തിന്റെ 125 വകുപ്പ് വിവാഹിതരായ എല്ലാ സ്ത്രീകൾക്കും ബാധകമാണെന്നും സുപ്രീം കോടതി വ്യക്തമാക്കി. മുൻ ഭാര്യയ്ക്ക് 10,000 രൂപ ഇടക്കാല ജീവനാംശം നൽകാനുള്ള തെലങ്കാന ഹൈക്കോടതി നിർദ്ദേശം ചോദ്യം ചെയ്ത് മുസ്ലിം യുവാവ് നൽകിയ ഹർജി തള്ളിക്കൊണ്ടാണ് കോടതിയുടെ സുപ്രധാന നിരീക്ഷണം. ക്രിമിനൽ നടപടിക്രമം അനുസരിച്ചുള്ള ഹർജിയിൽ തീരുമാനം വൈകിയാൽ മുസ്ലിം വനിതകളുടെ വിവാഹ അവകാശ സംരക്ഷണ നിയമം അനുസരിച്ച് ജീവനാംശം തേടാമെന്നും ജസ്റ്റിസുമാരായ BV നാഗരത്നയും അഗസ്റ്റിൻ ജോർജ് മസീഹും അടങ്ങുന്ന ബെഞ്ച് വ്യക്തമാക്കി. വിവാഹിതരായ സ്ത്രീകൾക്ക് മാത്രമല്ല എല്ലാ സ്ത്രീകൾക്കും സെക്ഷൻ 125 ബാധകമാകുന്ന നിഗമനത്തോടെയാണ് ക്രിമിനൽ അപ്പീൽ തള്ളുന്നതെന്ന് ജസ്റ്റിസ് നാഗരത്ന പറഞ്ഞു. ജസ്റ്റിസ് നാഗരത്നയും ജസ്റ്റിസ് മസീഹും വെവ്വേറെയാണ് വിധി പുറപ്പെടുവിച്ചത്. ജീവനാംശം തേടുന്നതിനുള്ള നിയമം മതം നോക്കാതെ വിവാഹിതരായ എല്ലാ സ്ത്രീകൾക്കും ബാധകമാണെന്നും ബെഞ്ച് വ്യക്തമാക്കി. ഭാര്യയെ പരിപാലിക്കുക എന്നത് ജീവകാരുണ്യമല്ലെന്നും വിവാഹിതരായ സ്ത്രീകളുടെ അവകാശമാണെന്നും കോടതി പറഞ്ഞു. ഗ്രഹനാഥയായ ഭാര്യ വൈകാരികമായും മറ്റ് വഴികളിലും തങ്ങളെ ആശ്രയിക്കുന്നു എന്ന വസ്തുതയെക്കുറിച്ച് ചില ഭർത്താക്കന്മാർ ബോധവാന്മാരല്ല. ഇന്ത്യൻ പുരുഷൻ ഒരു വീട്ടമ്മയുടെ പങ്കും ത്യാഗവും തിരിച്ചറിയേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നുവെന്ന് ജസ്റ്റിസ് നാഗരത്ന പറഞ്ഞു. മുഹമ്മദ് അബ്ദുൾ സമദ് എന്നയാൾ സമർപ്പിച്ച ഹർജിയിലാണ് സുപ്രീം കോടതിയുടെ ഉത്തരവ്. മുൻ ഭാര്യയ്ക്ക് 20,000 രൂപ വീതം ജീവനാംശമായി നൽകണമെന്നായിരുന്നു തെലങ്കാനയിലെ കുടുംബ കോടതി ആദ്യം വിധിച്ചത്. യുവതിയെ പരാതിക്കാരൻ മുത്തലാഖ് ചൊല്ലിയാണ് വിവാഹബന്ധം വേർപ്പെടുത്തിയിരുന്നത്. തെലങ്കാന കുടുംബ കോടതിയുടെ വിധിക്കെതിരെ ഹൈക്കോടതിയെ സമീപിച്ചപ്പോൾ ഇടക്കാല ജീവനാംശമായി 10,000 രൂപ നൽകണമെന്നായിരുന്നു വിധി. ഇത് അംഗീകരിക്കാനാവില്ലെന്ന് ചൂണ്ടിക്കാണിച്ചാണ് അബ്ദുൾ സമദ് സുപ്രീം കോടതിയെ സമീപിച്ചത്. സെക്ഷൻ 125 CRPC പ്രകാരം ഒരു മുസ്ലിം സ്ത്രീ വിവാഹമോചനം നേടിയാൽ അവർക്ക് മുസ്ലിം സ്ത്രീകളുടെ നിയമം 2019 ആശ്രയിക്കാമെന്നും കോടതി വിധിച്ചു. വിവാഹിതരായ സ്ത്രീകൾക്ക് മാത്രമല്ല സെക്ഷൻ 125 CRPC എല്ലാ സ്ത്രീകൾക്കും ബാധകമാകുമെന്ന നിഗമനത്തോടെയാണ് ഹർജി തള്ളിയത്. CRPC 125 വകുപ്പ് പ്രകാരമുള്ള നടപടികൾ തുടർന്നുകൊണ്ടേയിരിക്കെയാണ് വിവാഹമോചിതയാവുന്നതെങ്കിൽ മുസ്ലിം വനിതാ സംരക്ഷണ നിയമപ്രകാരം പരിഹാരം തേടാനാവുന്നതാണെന്നും കോടതി പറഞ്ഞു. CRPC 125 വകുപ്പ് മതേതര സ്വഭാവത്തിൽ ഉള്ളതാണെന്നും അത് മുസ്ലിം സ്ത്രീക്കും ബാധകമാണെന്നാണ് ചരിത്രപ്രസിദ്ധമായ ഷബാനു കേസ് വിധിയിൽ സുപ്രീം കോടതി വ്യക്തമാക്കിയത്. എന്നാൽ ഇതിനെ മറികടക്കാനായി 1986 സർക്കാർ നിയമനിർമ്മാണം നടത്തുകയായിരുന്നു. ഈ നിയമം ചൂണ്ടിക്കാണിച്ചാണ് ഈ കേസിലെ ഹർജിക്കാരൻ വാദിച്ചത്. എന്നാൽ 2019 നിയമപ്രകാരം നടപടികളിലേക്ക് കടക്കാവുന്നതാണെന്ന് സുപ്രീം കോടതി വ്യക്തമാക്കി.